ഹായ് ഹലോ, നമ്മളിന്ന് കുക്കറിൽ ഒരു അവിയൽ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ ഒരു ടിപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടി ഒരു അരമുറിയോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്. പച്ചമുളകിന് അധികം എരിവൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ, മുരിങ്ങക്കായ, ബീൻസ്, കൊത്തമര, പയർ, കോവയ്ക്ക, പടവലങ്ങ, പിന്നെ കായ, ചേന, ക്യാരറ്റ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ച് അധികം വയ്ക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെരുത്ത് എടുത്തേക്കണത്. പിന്നെ ഉണ്ടായി വരുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ ഒരുമിച്ച് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറിക്കും അരപ്പിനും അതുപോലെ തന്നെ തൈരിന് വേണ്ടിയാണ് 1.5 ടീസ്പൂണോളം ഉപ്പ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു അരക്കപ്പിൽ കുറച്ച് താഴെ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കട്ടി തൈരൊന്നും അല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല. ഒരുപാട് പുളിയുള്ള തൈരും അല്ല കേട്ടോ, ഒരു മീഡിയം ലെവലിൽ നിൽക്കും ആ ഒരു തൈര്, ആ ഒരു രീതിയിലുള്ള ഒരു തൈരാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഉപ്പും തൈരൊക്കെ കൂടി നമ്മുടെ പച്ചക്കറികളിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. നമ്മൾ സാധാരണ ഈ പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കുമല്ലോ പച്ചക്കറിയിൽ ഉടഞ്ഞു പോകാതിരിക്കാൻ, അതുപോലെയാണ് 10 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകില്ല കേട്ടോ. അതാണ് ഒരു ടിപ്പ്. ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്ന് പണി തീരും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയൊക്കെ ഇല്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിത് അരയ്ക്കാൻ പാടില്ല കേട്ടോ, അരച്ച അതിൻ്റെ ടേസ്റ്റ് പോവുകയെ. ഞാനിത് സദ്യക്കൊക്കെ എൻ്റെ വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ വെക്കൂലല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ ഇങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ. വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ അടുക്കളപ്പണി ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇത് ഇനി സദ്യക്കൊക്കെ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടാറുണ്ട് കേട്ടോ. കാരണം എന്നെപ്പോലെയുള്ള മടിച്ചികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂത്രപ്പണിയാണ് കേട്ടോ ഈ അവിയൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വയ്ക്കണതും. പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു 3 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒഴിച്ച തൈരിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ തൈര് ഒരുപാട് കട്ട തൈരൊന്നുമല്ല. പിന്നെ പച്ചക്കറിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കുമ്പളങ്ങയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും കേട്ടോ. എന്നാലും ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലടുപ്പിക്കണം കേട്ടോ. ഒരു വിസിലടിച്ചത് ഞാൻ പ്രഷർ മുഴുവൻ കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അവിയൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട്. ഇത് വെള്ളമൊന്നും ഇല്ല കേട്ടോ, കണ്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് പറയുക, നമ്മൾ ഈ പ്രഷർ കളഞ്ഞില്ലെങ്കിൽ ഈ പച്ചക്കറികൾ അവിടെ ഇരുന്ന് പായസം പോലെ ആവും കേട്ടോ. അതുകൊണ്ട് ഒരു വിസിലടിച്ചും പ്രഷറൊക്കെ കളയണേ. ഞാൻ പറഞ്ഞില്ലേ ഒരു ടേസ്റ്റ് കൂടാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അത് ഇതാണ് കേട്ടോ. 3 വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ സമയത്ത് അത് ഇടുമ്പോൾ. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ, അതെല്ലാവരും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ എന്താ പറയുക, വെളുത്തുള്ളി അങ്ങനെ ആരും ഇടാറില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ ഈ സമയത്ത് ഇതിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പലരും ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്, വെളുത്തുള്ളി ഇതിനകത്ത് ചിലരൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, ചതയ്ക്കണതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങയൊക്കെ ചതയ്ക്കില്ല, അതിൻ്റെ കൂടെ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ സമയത്ത് ഇടുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓണസദ്യക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം, ആരും ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു കുക്കർ അവിയലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന എന്താ പറയുക, സദ്യക്ക് പോലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.